പോകുന്നത് ബയോളജിയിലെ 3rd ചാപ്റ്ററായ ബിഹൈൻഡ് ദി സെൻസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 അടുത്തൊരു ദിവസം അപ്ലോഡ് ചെയ്തായി. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് നമ്മൾ കാണുന്നതും കേൾക്കുന്നതായ കുറച്ച് ഇത് തരുന്നുണ്ട്. ഒന്നുണ്ട് അതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നേരം നമ്മളൊരു ഫ്രണ്ടിനെ കാണുകയാണെങ്കിൽ നമ്മൾ കൈ വെക്കും, റൈസ് ഹാൻഡ് ഓർ ഹഗ് ചെയ്യും. ലൗഡ് നോയിസ് കേൾക്കുമ്പോഴാണ് കവറിങ് ചെയ്യാറ്. തേഴ്സ്റ്റ് വരുമ്പോഴാണ് വെള്ളം കുടിക്കുക. ഓക്കെ, തേഴ്സ്റ്റ് വരുമ്പോഴാണ് വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങളിലേക്ക് വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതില്ല. ഈ ഒരു പാർട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതി തന്ന. ഇനി അടുത്ത് there are numerous processes happening behind various response made seeing friends. Light ray from the front send eye and image formed. നമ്മളൊരു ഫ്രണ്ടിനെ കാണുമ്പം സണ്ണിൽ നിന്നുള്ള ലൈറ്റ് റേ നമ്മളെ കണ്ണിലേക്ക് എത്താം എങ്കിലേ ആ ഫ്രണ്ടിനെ നമ്മൾ കാണും. ദ ഇമ്പൾസ് ഫ്രം ദ ഇമേജ് റീച്ച് ബ്രെയിൻ ത്രൂ ദ ഐ. ഇവിടെ ഒരു ഇമേജ്, ഫ്രണ്ടിൻ്റെ ഇമേജ് ഉണ്ടായാൽ ഈ ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തണം. ദ ബ്രെയിൻ അനലൈസ് ഇമ്പൾസ് റെക്കഗ്നൈസ് ദ ഫ്രണ്ട്. ഈ ഫ്രണ്ടിനെ ഇതിനെ കണ്ടിട്ടുണ്ടോയെന്ന് ബ്രെയിനിൽ സെർച്ച് ചെയ്യും. അങ്ങനെ ആ ഫ്രണ്ട് കണ്ടിട്ട് അങ്ങനെ കണ്ടെത്തും. ദെൻ ഇൻസ്ട്രക്ഷൻ ഫോർ റെസ്പോൺസ് ആർ ഗിവൺ ടു ദ മസിൽ. റെസ്പോൺസ് ചെയ്യാനുള്ളത് നമ്മളെ കൈകളുടെ മസിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും. വേരിയസ് റെസ്പോൺസ് ഫോം റിസൾട്ട് മസ്കുലർ ആക്ടിവിറ്റി. ഈ പലതരം ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആക്ഷൻസ് നമ്മൾ കാണിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ഇല്ല. അടുത്ത് receptors and impulse. Stimuli are recognized by the body through specified cell or nerve ending. They are known as sensory receptor. ഈ ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 1 മാർക്ക്. ഓക്കെ, അടുത്ത് electrical impulse are produced in receptors in response to external internal stimuli. These impulses are known as receptor potential. ഒരു ഇലക്ട്രിക് ഇമ്പൾസ് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഇമ്പൾസ് വരുന്നത് ഇലക്ട്രിക് ഇമ്പൾസ് ആയിട്ടാണ്. ആർ പ്രൊഡ്യൂസ്ഡ് റിസപ്റ്റേഴ്സ് ഇൻ റെസ്പോൺസ്. റിസപ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഇന്റേണൽ സ്റ്റിമുലസ്. ദിസ് ഇമ്പൾസ്, അവിടേക്ക് എത്തുന്ന ഇമ്പൾസിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. ഓക്കെ, നെക്സ്റ്റ്. When such as impulse are in higher concentration, action is action potential. High concentration ഉള്ള action potential ആണ്. is formed in the neuron associated with receptors. When such as impulse are in higher concentration, action potential is formed in neuron associated with receptors. Action potential travel through neuron nerve impulse. അപ്പം ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നത് ന്യൂറോൺ അസോസിയേറ്റഡ് വിത്ത് റിസപ്റ്റേഴ്സ്. ന്യൂറോണും റിസപ്റ്റേഴ്സ് കൂടി ചേർന്നാണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാവൽ ത്രൂ നെർവ് ഇമ്പൾസ്. ഇതാണ് നമ്മുടെ ന്യൂറോൺസ് സ്കിന്നുമായിട്ട് കണക്റ്റഡാണ്. ഇതാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഓഫ് സ്കിന്ന്. ഇത് ആക്ഷൻ പൊട്ടൻഷ്യൽ. കണ്ടോ, ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ആ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ നമ്മൾ ഒരു സമയത്ത് എടുക്കുന്നതായിരിക്കും. ഫോട്ടോ റിസപ്റ്റേഴ്സ്
സ്കിന്നില് ടച്ച് റിസപ്റ്റേഴ്സ്, നോസില് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, പിന്നെ ഇയറിലേതായിരുന്നു, ചെവി, ഇവിടെ സൗണ്ട് റിസപ്റ്റേഴ്സും, പിന്നെയുള്ള കീമോ റിസപ്റ്റേഴ്സ് ടങ്ങിലാണ്. ടങ് ഇവിടെ ടേസ്റ്റ് കിട്ടും, ഇവിടെ ടച്ച്, പ്രഷർ എക്സെട്ര. ഇവിടെ ലൈറ്റ്. ഇത്രയാണ് കിട്ടുക. ഓക്കെ, ഇനി അത്ര വലിയ ഇതില്ലാത്തൊരിതിൽ ഇനി അടുത്ത ഐ. ഈ ഒരു പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഐ. ഈ ഒരു ടെക്സ്റ്റിന് നമ്മളെ ക്രിസ്മസ് എക്സാമിന് ഒരു 5 to 8 മാർക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഐ. നോക്ക്, ദ ഐ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻ ദാറ്റ് പ്രൊവൈഡ് പ്രസിപ്പിറ്റേഷൻ അബൌട്ട് എക്സ്റ്റേണൽ വേൾഡ്. നമുക്ക് കാണാനും ഈ പുറത്തെ ലോകത്തിനെ പറ്റി അറിയാനും ഒക്കെ പറ്റുന്ന ഐ ഉള്ളതുകൊണ്ടാണ്. ഐൻ്റെ പൊസിഷൻ ഇവിടെ ഐ സോക്കറ്റ് ഇല്ല, സ്കള്ളിൽ ഐ സോക്കറ്റ്. ഐനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഐമസിലും ഐ ലാഷും, പിന്നെ ലാക്രിമൽ ഗ്ലാൻഡും ഐലിഡും. അടുത്ത കൺജക്റ്റൈവ്. Conjunctiva is the membrane that covers the anterior part of the eye, including the eyelid, except the cornea. Its functions are protect eye, keep and lubricate, prevent dust, germ, other particles from entering the eye. കോൺജക്റ്റീവ് ഒരു മെമ്പറൈനാണ്. അത് കണ്ണിൻ്റെ ഉൾഭാഗത്തെ കവർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഐലിഡ്. കോർണിയ ഒഴിച്ച ഐലിഡും ബാക്കിയുള്ളതെല്ലാം കൂടി. അതിൻ്റെ മേജർ ഫങ്ഷൻസ് ആർ കണ്ണിനെ സംരക്ഷിക്കുക, കണ്ണ് നനവുള്ളതാക്കി വെക്കുക, ലൂബ്രിക്കേറ്റഡ് മീൻസ് ലൂബ്രിക്കേറ്റഡ് മലയാളം നോക്കിയിട്ട് പറഞ്ഞില്ല, പ്രിവെൻറ്റ് ഡസ്റ്റ്, പൊടിപടലങ്ങൾ കയറ്റാതിരിക്കുക, ഒതർ പാർട്ടിക്കിൾ ഫ്രം എൻറ്ററിങ് ദ ഐ. ഐന്ന് എത്തുന്ന ഒതർ പാർട്ടിക്കിൾസിനെ റെസ്റ്റ് ചെയ്യുക. ടിയർ പ്രൊഡ്യൂസ്ഡ് ബൈ ലാക്രിമൽ ഗ്ലാൻസ്. കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്ന ലാക്രിമൽ ഗ്ലാൻസ് ആണ്. ദസ് ഗ്ലാൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഐലിഡ്സ് ടുവേർഡ് ദ അപ്പർ പാർട്ട്. ഈ ഒരു ഗ്ലാൻഡ് പ്രസൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഐലിഡിൻ്റെ മോൾ ഭാഗത്താണ്. ടിയർ ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് ദ സർഫേസ് ഓഫ് ദ ഐ മോയിസ്റ്റ്. കണ്ണീരെന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഭാഗങ്ങൾ മോയിസ്റ്റാക്കി വെക്കാൻ വേണ്ടി അത്യാവശ്യമാണ്. പ്രൊവൈഡ് ന്യൂട്രീഷൻ ആൻഡ് എലിമിനേറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്. ലാക്രിമൽ ഗ്ലാൻഡ് വേസ്റ്റ് ഇല്ലാതാക്കുകയും ന്യൂട്രീഷൻ കൊടുക്കുകയും ചെയ്യും കണ്ണിന്. ദ എൻസൈം കോൾഡ് ലൈസോസോംസ് പ്രസൻറ്റ് ഇൻ ടിയർ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ഫ്രം ഇൻഫെക്ഷൻ. കണ്ണീരിൽ ലൈസോസോം എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്, അത് നമ്മുടെ ഇതിനെ ഇൻഫെക്ഷൻ വരാണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചറാണ് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റീഡ്രോ ചെയ്യാൻ ഒന്നെങ്കിൽ 3-4 മാർക്കിൽ ഈ കണ്ണിൻ്റെ ഒരു ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കണ്ണിൻ്റെ സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് സിലേറി മസിൽസ്. സിലേറി മസിൽസ് മീൻസ് നമ്മുടെ ലെൻസിനെ എവിടേക്ക് വേണമെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ക്ലാസ്സിൻ്റെ മുൻഭാഗത്ത് ഒരു 3 ബെഞ്ച് ഉണ്ടെന്ന് ചോദിച്ചോ, ഞാൻ ഇവിടേക്ക് നോക്കി പെട്ടെന്ന് എനിക്ക് ഇവിടേക്ക് നോക്കിക്കൂടെ,
ഇതിന് റിലാക്സും കംപ്രസും റിലാക്സും ചെയ്യുന്ന ഒരു മസിലാണ് സിലറി മസിൽ. പിന്നെ ഉള്ളത് ഐറിസ അല്ല കോർണിയ, ഔട്ടർ കവറിങ്. കോർണിയ മീൻസ് ഔട്ടർ കവറിങ്. ഐറിസ് മീൻസ് വെയിറ്റ് മിനിറ്റ്. ഐറിസ് എന്ന് വെച്ചാൽ എന്ത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഇതിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ, പ്യൂപ്പിളിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ ഐറിസ് ഹെൽപ്പ് ചെയ്യും. പ്യൂപ്പിളിൻ്റെ ഇത് കൺട്രോൾ ചെയ്യാൻ ഇത് ഇതാകും, സഹായിക്കും. പ്യൂപ്പിൾ ലെൻസിന് മുന്നിലുള്ള ഭാഗമാണ്. സ്വാഭാവികം ലെൻസ്. ഔട്ടർ പാർട്ടാണ് സ്ക്ലീര, മിഡിൽ പാർട്ട് ക്ലോറൈഡ്, ഇന്നർ പാർട്ട് റെറ്റിന. യെല്ലോ സ്പോട്ട് മാക്യുല്ല. എന്ന് വെച്ചാൽ മാക്യുല്ല കാണുക മിഡിൽ ഓഫ് ദ റെറ്റിന, റെറ്റിനേൻ്റെ നടുക്ക്, മിഡിൽ ഓഫ് ദ റെറ്റിന. ഇവിടെ കോൺസെൽസ് ഉണ്ടാവില്ല, കോൺസെൽസ് അബണ്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഉണ്ടാവില്ല, ഇവിടെ ഇമേജ് ഒരു കാഴ്ചയും കാണാനില്ല. ഇത് ഒപ്റ്റിക് നെർവ്. ഓക്കെ, ദ റെറ്റിനൻ്റെ കുറച്ചുകൂടി സെക്ഷൻ ഓഫ് റെറ്റിന, ഗാംഗ്ലിയൻ സെൽ ലെയർ, ബൈപ്പോളാർ സെൽ ലെയർ, ഫോട്ടോ റിസെപ്റ്റർ സെൽ ലെയർ. ഇവിടെയാണ് ഇമേജസ് ഫോം ചെയ്യുക. ബൈപ്പോളാർ ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ഇല്ലയോ, ഇരുട്ടാണോ, അങ്ങനെ ഇവിടെയാണ് ഡിക്റ്റേറ്റ് ചെയ്യുക. ഗാംഗ്ലിയൻ ഇത് നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യും ബൈപ്പോളാർ ടു ഒപ്റ്റിക് നെർവ് ഈ ഒരു പാർട്ടിലേക്ക്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. സ്ക്ലീര ഔട്ടർ ലെയർ പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ഐ. ഒരു ഫേംനെസ്സും പ്രൊട്ടക്ഷൻ രക്ഷാകവചവും ഒരുക്കുന്നു. അതിൽ അസോസിയേറ്റഡ് പാർട്ട് കോർണിയ, ഒരു ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ടാണ്, ലൈറ്റിനെ കടത്തി വിടുന്നൊരു ട്രാൻസ്പെറൻറ്റ് പാർട്ട്. കോറോയിഡ് മിഡിൽ ലെയർ പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രീഷൻ ടു ദ ഇന്നർ ലെയർ ഓഫ് ദ റെറ്റിന ആൻഡ് റെഗുലേറ്റ് ടെമ്പറേച്ചർ. റെറ്റിനയിലെ ഇവിടത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുകയും അവിടേക്ക് വേണ്ട ന്യൂട്രീഷ്യൻസ് കൊടുക്കുകയും ചെയ്യും. അതിൽ തന്നെ സിലേറി മസിൽസ് അഡ്ജസ്റ്റ് കർവേച്ചർ ഓഫ് ലെൻസിൻ്റെ കർവേച്ചർ കൂടണോ കുറയണോ എന്ന് തീരുമാനിക്കുന്നത് സിലേറി മസിൽസാണ്. ഐറിസ് 2 തരം മസിൽസാണ് ഐറിസിലുള്ളത്. റെഗുലേറ്റ് സൈസ്, പ്യൂപ്പിളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിൻ്റെ തീവ്രത അനുസരിച്ച് ഐറിസ് കണ്ടെയ്ൻ ദ പിഗ്മെൻറ്റ് കോൾഡ്, പ്യൂപ്പിളിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഇതനുസരിച്ച് ലൈറ്റിൻ്റെ തീവ്രത അനുസരിച്ച്. ഐറിസ് കണ്ടെയ്ൻ പിഗ്മെൻറ്റ് കോൾഡ് മെലനിൻ. ഐറിസിലൊരു പിഗ്മെൻ്റ് ഉണ്ട്, മെലനിൻ. മെലനിൻ ഗീവ് ദ ഐറിസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് കളർ ആസ് വെൽ അബ്സോർബ് അൾട്രാവയലറ്റ്. മെലനിന് അതിലെ അൾട്രാവയലറ്റ് റേ അബ്സോർബ് ചെയ്യും, നമ്മൾ കളറായി കാണാൻ സഹായിക്കുകയും ചെയ്യും. ഐറിസിൻ്റെ പിന്നൊരു ഫീച്ചറാണ് റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ്. ആ ലൈറ്റിൻ്റെ അളവ് കൺട്രോൾ ചെയ്യും. കോൺവെക്സ് ലെൻസ് ഫോം എ സ്മോൾ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ഓൺ ദ ഒബ്ജക്റ്റ് ഓൺ ദ റെറ്റിന. ചെറുതും തലകീഴായതും ശരിക്കുമുള്ളൊരു ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യാൻ സഹായിക്കും കോൺവെക്സ് ലെൻസ്. അടുത്ത് റെറ്റിന ഇന്നർ ലെയറാണ്, കണ്ടെയ്ൻ ഫോട്ടോ റിസെപ്റ്റേഴ്സ് സെല്ലും ഇമേജ് ഫോം ചെയ്യുന്നതും പാട്ടാണ്. അതിൽ ലെയർ ഓഫ് ഫോട്ടോ റിസെപ്റ്റർ. The photoreceptor cell called rod cell recognize the object both dim light and shades in black and white. ഫോട്ടോറിസെപ്റ്റർ സെല്ലുള്ള റോഡ് സെല്ല് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒബ്ജക്റ്റിനെ ലൈറ്റ് ഷെയ്ഡുള്ള ഒബ്ജക്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യും. ദ കോൺ സെൽ പ്രൊവൈഡ് വിഷൻ ഇൻ ഇൻറ്റൻസ് ലൈറ്റ് ആൻഡ് ഓൾസോ ഹെൽപ്പ് റെക്കഗ്നൈസ് കളർ കണ്ടുപിടിക്കാനും നല്ല തീവ്രമായ ലൈറ്റിലുള്ള വിഷനും പോസിബിൾ ആക്കുന്നു. അടുത്ത ബൈപ്പോളാർ സെല്ല് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ദ ഫോട്ടോറിസെപ്റ്റർ ടു ഗാംഗ്ലിയൻ സെല്ല്. ഫോട്ടോറിസെപ്റ്ററിൽ നിന്ന് ഗാംഗ്ലിയനിലേക്ക് ഇമ്പൾസ് സെൻഡ് ചെയ്യുന്നു. ഗാംഗ്ലിയൻ സെൽ ലെയർ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ദ ബൈപ്പോളാർ സെൽ ടു ഒപ്റ്റിക് നെർവ്. ബൈപ്പോളാർ സെല്ലിൽ നിന്ന് ഒപ്റ്റിക് നെർവിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നു. അത്രയാണ്
ഇനി ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് സ്ക്ലീറ, ഇത് സ്ക്ലീറ, ഇത് കോറോയിഡ്, റെറ്റിന. ഇതിൽ എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സെക്ഷൻ ഐ ചേംബർ ആൻഡ് ഹ്യൂമർ. ഐക്ക് 2 ചേംബർ ഉണ്ട്. ദ അക്വസ് ചേംബർ ഈസ് സീൻ ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ്. കോർണിയൻ്റെ ലെൻസിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഒരു പച്ച ദ്രാവകമാണ് ഇതാണ് അക്വസ് ചേംബർ. ദ വാട്ടറി അക്വസ് ഹ്യൂമർ ഈസ് പ്രസന്റ് ഹിയർ. ഒരു വാട്ടർ ആയിട്ടുള്ള അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥം ഇവിടെ ഇതാണ്. ഇറ്റ് ooze out from the blood like tissue fluid and reabsorbed into blood. This how the pressure in aqueous chamber is regulated. ഇത് ബ്ലഡിൽ നിന്ന് ഊറി ഇറങ്ങുകയും ചെയ്യും, അതേപോലെ തന്നെ തിരിച്ചു കയറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു പാർട്ടിലെ ബ്ലഡ് പ്രഷർ സ്റ്റേബിളായി നിൽക്കുന്നത്. ലെൻസ് ആൻഡ് കോർണിയ ഗെറ്റ് ഓക്സിജൻ ആൻഡ് ന്യൂട്രീഷൻ ഫ്രം ദ ഫ്ലൂയിഡ്. ലെൻസിനും കോർണിയയ്ക്ക് ഓക്സിജൻ ന്യൂട്രീഷൻ കിട്ടുന്ന ഈ ഒരു ഫ്ലൂയിഡിൽ നിന്നാണ്. അടുത്തത് വിട്രസ് ചേംബർ lies between the lens and the retina. ഈ ലെൻസിൻ്റെ ഈ റെറ്റിനൻ്റെ ഇടയിൽ കാണുന്ന ഈ ഒരു പിങ്ക് സ്ഥലമാണ് വിട്രസ് ചേംബർ. The transparent jelly like vitreous humor present here, the maintaining shape of the eyeball. Vitreous humor ൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദ ഐബോൾ. ഐബോളിൻ്റെ ഷേപ്പ് ഇതാക്കുക. ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. കോർണിയ, അക്വസ് ഹ്യൂമർ, പ്യൂപ്പിൾ കഴിഞ്ഞാൽ ലെൻസ് പിന്നെന്താ ഉള്ളത്? വിട്രസ് ഹ്യൂമർ, റെറ്റിന. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് പഠിച്ചിട്ട് പോയിക്കൊള്ളുക. ഫ്ലോ ചാർട്ട് ഇപ്പം പരീക്ഷ രീതി മാറിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് വേറൊരു പാർട്ടെന്ന് വെച്ചാൽ ഐറിസ് ഈസ് ദ പാർട്ട് സീൻ ബിഹൈൻഡ് കോർണിയ. കോർണിയയ്ക്ക് പിറകിൽ കാണുന്ന ഒരു പാർട്ടാണ് ഐറിസ്. ദ പ്യൂപ്പിൾ ഈസ് ദ അപ്രേച്ചർ സീൻ ദ സെൻറ്റർ ഓഫ് ദ ഐറിസ്. പ്യൂപ്പിൾ എന്ന് വെച്ചാൽ അപ്രേച്ചറിൻ്റെ മലയാളം മറന്ന് ഞാൻ ഗ്രൂപ്പിലേക്ക് അതിൻ്റെ വേർഡ് മീനിങ് ഇടാം. ഐറിസിന് നടുക്ക്. ദ നോർമൽ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഈസ് ഫ്രം 2 to 3 millimeter. പ്യൂപ്പിൾ സൈസ് 2 to 3 millimeter ആയിരിക്കും. വെൻ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഇൻക്രീസ് ഇറ്റ് ബിക്കം പോസിബിൾ ടു ഡയറക്റ്റ് 60 times മോർ ലൈറ്റ് ഓൺ ദ റെറ്റിന. മടങ്ങ് കൂടുതലായിരിക്കും ലൈറ്റ് കണ്ണിലേക്ക് ഇറങ്ങാൻ. The size of the pupil regulated by the radical muscle and circular muscle seen in the iris. The size of pupil has to be regulated in order to see the object clearly in dim light and prevent damage of the retina in intense light. നോക്ക്, ഇൻറ്റൻസ് ലൈറ്റിൽ സർക്കുലർ മസിൽ കോൺട്രാക്റ്റ് ആവും. നോർമൽ ലൈറ്റിൽ നോർമൽ സ്റ്റേജ് ആയിരിക്കും. റാഡിക്കൽ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന ഡിം ലൈറ്റിൽ. ചിലപ്പം ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. The lens has 3 main parts. മൂന്ന് പ്രധാന ഭാഗങ്ങളുണ്ട് ലെൻസിന്. They are elastic membrane called the capsule. ഒരു എലാസ്റ്റിക് മെംബ്രെയിൻ ആണ്, അതിനെ വിളിക്കുന്നത് ക്യാപ്സ്യൂൾ എന്നാണ്. Within which are the lens fiber and the epithelium. അടുത്ത 2 പാർട്ട് ലെൻസ് ഫൈബറും എപ്പിത്തീലിയമാണ്. Which is located slowly in anterior part between the lens fiber and the capsule. Epithelium located ചെയ്തത് ലെൻസ് ഫൈബറിനും ക്യാപ്സ്യൂളിൻ്റെ ഇടയിലാണ്. It is the epithelium that continually produce lens fiber. ലെൻസ് ഫൈബർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പിത്തീലിയം. ഒരു മാർക്കിന് ചോദിക്കാം. Throughout an individual lifetime, the main structure of component of the lens is protein called crystalline. ലെൻസ് ഉണ്ടാക്കിയൊരു പ്രോട്ടീനാണ്, അതിൻ്റെ പേര് ക്രിസ്റ്റലിൻ. The lens derives nutrition from the aqueous humor. Age-related change affect flexibility and transparency of the lens as well as vision.
ഈ ലെൻസിന് വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ ഇരുന്ന് അക്സസ് ചെയ്യാൻ പറഞ്ഞതാണ്. ഏജ് റിലേറ്റഡ് ആയിട്ടില്ല, കണ്ണിന്റെ ലെൻസിന് ചില പ്രോബ്ലംസ് വരാം. നോക്ക്, ഇതാണ് കോർണിയ, ഇത് സിലേറി മസിൽസ്, ഇത് ലിഗമെന്റ്. സിലേറി മസിൽസിനെ എക്സ്പാൻഡ് ചെയ്ത് ഇതാണ് ലിഗമെന്റ്. പവർ ഓഫ് അക്കോമഡേഷൻ, അടുത്തൊരിതാണ് പവർ ഓഫ് അക്കോമഡേഷൻ. ഇത് ഫിസിക്സിൽ പഠിക്കാനുണ്ട്. The ability of the eye to focus image on both near and distant object accurately on the retina is called the power of accommodation. ഒരു കണ്ണിന്റെ ഒരു സവിശേഷതയാണ് അടുത്തുള്ള ഒബ്ജക്റ്റിനെ, ഏറ്റവും ദൂരെയുള്ള ഒബ്ജക്റ്റിനെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യുക, അതിന്റെ ഇമേജ് റെറ്റിനെ തന്നെ ഫോം ചെയ്യുക. അതാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ അച്ചീവ്ഡ് ബൈ ചേഞ്ചിങ് കർവേച്ചർ ഓഫ് ലെൻസ് ബൈ ആക്ഷൻ സിലറി മസിൽസ്. ഇത് സിലേറി മസിൽസിന്റെ ഹെൽപ്പോടുകൂടി ലെൻസിന്റെ കർവേച്ചർ മാറ്റുന്നതിലൂടെയാണ് സാധ്യമാകുന്നത്. അടുത്ത്, വൈൽ വ്യൂയിങ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ആകുമ്പോൾ സിലേറി മസിൽസ് റിലാക്സ് ചെയ്യും, ലെൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും, ലിഗമെന്റ് സ്ട്രെച്ച് ചെയ്യും. അത്രമാത്രം മനസ്സിലാക്കുക. അധികം അതിനെപ്പറ്റി കാർഡ് കാണുന്ന ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കത് പറഞ്ഞേക്കാം. അതിൻ്റെത് ഇതിൻ്റെ ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, എനിക്കിന്നാ നോക്കണം, അത് ഞാൻ എടുത്തു വെച്ചിട്ട് കാണുന്നില്ല. ഇനി അടുത്ത് റെറ്റിന. റോഡ് സെൽ ആർ സിലിണ്ടറിക്കൽ ആൻഡ് കോൺ സെൽ ആർ കോൺ ഷേപ്ഡ്. റോഡ് സെല്ല് ഒരു സിലിണ്ടറിക്കൽ മീൻസ് ഇതേപോലുള്ളൊരു 3D. ഈ ഒരു ടൈപ്പ് ഇതാണ് സിലിണ്ടറിക്കൽ. കോൺ ഷേപ്പ് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളത് ഇതാണ്. റോഡ് സെൽ ആർ about more than 9 crore number. Cone cell are about 45 lakhs. Rod cell contain pigment called rhodospin and in cone cell photospin. റോഡ് സെല്ലിൽ ഒരു 9 കോടിയിലധികം കോൺസെല്ലുണ്ട്. പക്ഷെ 45 ലക്ഷമേ ഉള്ളൂ റോഡ് സെല്ല്. റോഡ് സെല്ല് 9 കോടിയും കോൺസെല്ല് 45 ലക്ഷമേ ഉള്ളൂ. റോഡ് സെല്ലിൽ പിഗ്മെന്റ് ആയിട്ട് റോഡോസ്പിന്നും കോൺസെല്ലിൽ ഫോട്ടോസ്പിന്നും. ദ കോമ്പണൻസ് ഓൺ ബോത്ത് പിഗ്മെന്റ് ഇൻക്ലൂഡിംഗ് പ്രോട്ടീൻ നെയിംഡ് ഓപ്സിൻ റെറ്റിനൽ. ഇതിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഓപ്സിനും റെറ്റിനലും. റെറ്റിനാല് വിറ്റാമിൻ എ എന്ന് ഡിറൈവ് ചെയ്യുന്ന. ഹൗവർ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് റെറ്റിനാൽ ഈസ് ഡിഫറെന്റ് ഇൻ റോഡോസ്പിൻ ഫോട്ടോസ്പിൻ. അതിന്റെ സ്ട്രക്ചർ, റെറ്റിനാലിന്റെ സ്ട്രക്ചർ രണ്ടിലും ഡിഫറെന്റ് ആണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെക്ഷൻ തീർക്കാനുള്ള സമയമാവുന്നു. ഇതിൻ്റെ അടുത്ത് ഫോട്ടോറിസെപ്റ്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ. ഇൻ ഡാർക്ക് ഫോട്ടോറിസെപ്റ്റേഴ്സ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ്. രാത്രി ആയി കഴിഞ്ഞാൽ ഗ്ലൂട്ടാമേറ്റ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓൺ ബൈപോളാർസിസ്, ഈ ഒരു ഇതാണ് ലൈറ്റ് ഉണ്ടോ സെൻസ് ചെയ്യുന്നത്. ആർ ഇനാക്ടിവേറ്റഡ് ഓഫ് ബൈപോളർ സെൽ, ഇതാണ് ലൈറ്റ് ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. ആർ ആക്ടിവേറ്റഡ്, അത് ആക്ടിവേറ്റ് ആവും. ഓഫ് ബൈപോളർ സെൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ഓഫ് ബൈപോളർ സെല്ല് ലൈറ്റില്ല എന്നുള്ള അറിയിക്കാൻ ഫ്രം ഇമ്പൾസ് ദാറ്റ് റീച്ച് ബ്രെയിനിലെത്തിയ ത്രൂ ദ ഒപ്റ്റിക് നെർവിലൂടെ ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്യും. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓൺ ബൈപോളർ സെൽ ബിക്കെയിം ആക്റ്റീവ് ആൻഡ് ഓഫ് ബൈപോളർ സെൽ ബിക്കം ഇനാക്റ്റീവ്. ഓൺ ബൈപോളർ സെല്ല് ആക്റ്റീവ് ആവുകയും ഓഫ് ബൈപോളർ സെല്ല് ഇനാക്റ്റീവ് ആവുകയും ചെയ്യും. നേരത്തെ പോലെ തന്നെ ഓൺ ബൈപോളർ സെൽ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഉണ്ട് എന്ന് അറിയിക്കും. ഈ ഇമ്പൾസ് ബ്രെയിനിലെത്തിയ ബ്രെയിനിന് ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലെത്തുകയും ചെയ്യും. ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് വിഷൻ, ഒരു വിഷന്റെ സെൻസ് ഉണ്ടാവും. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് കളർ ഓഫ് വിഷൻ. ഇൻ ദ റെറ്റിനാൽ there are the 3 type of cone cell. Recognize primary colors. S-cone show better sensitivity, shorter wavelength, blue light. M-cone cell medium wavelength, green light.
ആൻഡ് എൽ കോൺസെൽ ലോങ്ങർ വേവ് ലെങ്ത് റെഡ് ലൈറ്റ്. ഇതുണ്ടോ, എസ് കോണിൽ വരുമ്പം ഷോർട്ട് വേവ് ലെങ്താ, കോഡാക്കി പഠിച്ചാൽ മതി. എമ്മിൽ വരുമ്പം മീഡിയം, എല്ലിൽ വരുമ്പം ലോങ്ങർ. ഇതിൻ്റെ കോഡ് എല്ലിൽ RGB, BGR ഇങ്ങനെ പഠിച്ചാൽ വെച്ചാൽ മതി. ഓക്കെ, ഇത് വേണം ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. അപ്പം താങ്ക് യു ഗൈസ്. ഇന്നത്തെ ഫസ്റ്റ് പാർട്ട് കൂടി അവസാനിക്കുകയാണ്. ഇതിൻ്റെ 2 പാർട്ട് കൂടി വരാനുള്ളതാണ്. ഇന്നത്തെ 7 മണിത്തെ ലൈവ് മാറ്റിവെച്ചത് എടുക്കാൻ കുറച്ച് അസൗകര്യമുള്ളതാണ് കൊണ്ടാണ് മാറ്റിവെച്ചത്. ഇപ്പം നമുക്ക് എന്നാൽ പിന്നെ നിർത്താം. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ്.